ദുരൂഹത നിൽക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഇതിൽ രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലിസ്റ്റിൻ ചാക്കോച്ചനുമായിട്ട് ആദ്യം ഒന്നിക്കുന്നു. ഇതിനു മുമ്പ് പൃഥ്വിരാജുമായിട്ട് പ്രൊഡക്ഷൻ, അതിനുശേഷം നിവിൻ പോളിയായിട്ട് പ്രൊഡക്ഷൻ, ഇപ്പോൾ ചാക്കോച്ചനുമായിട്ടുള്ള പ്രൊഡക്ഷൻ. അതില് ഈ കഴിഞ്ഞ സിനിമകളിൽ പൃഥ്വിയായിട്ടും നിവിനുമായിട്ടും അവരിൽ നിന്നും പിന്നെ കൂടാതെ ഒരു ദുരൂഹത സാഹചര്യത്തിൽ ചാക്കോച്ചനോട് കൂടി അതിൽ ദുരൂഹത എന്തോ ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇതാണ് അതിന് ആപ്റ്റായിട്ട് വന്ന സിനിമ എന്നാണ് ചാക്കോച്ചൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈകോർത്തേ ഉള്ളൂ. ഞങ്ങള് പല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റിയ സിനിമ അങ്ങനെയാണല്ലോ സിനിമകൾ സംഭവിക്കുന്നതാണ്. ഈ സിനിമ കോപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. നിവിനുമായിട്ട് പിന്നീട് സിനിമകളൊന്നും കാണുന്നില്ല. നിവിനുമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി പോലും നിങ്ങൾ ഒരുമിച്ചില്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാവുന്നത്. ചാക്കോച്ചനുമായിട്ട് ഇനി തുടർന്നു പോകാനുള്ള ഒരു താല്പര്യം എത്രമാത്രം ഉണ്ടാവും? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം സംഭവിക്കുന്നതാണല്ലോ സന്തോഷം. നമ്മൾ സിനിമകൾ ഹിറ്റ് ആവുകയും അല്ലെങ്കിൽ നമ്മൾ കോപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മളൊരു പ്രതീക്ഷിച്ച ഒരു കാര്യം പോസിറ്റീവായിട്ട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇതങ്ങനെ ഒരു പ്രത്യേക ഒരു ഇന്റൻഷനിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഇതൊരു സൂപ്പർ ഹിറ്റായി ഭയങ്കര പൈസ ഉണ്ടാക്കി അങ്ങനെയല്ല. സിനിമകളിൽ ഹിറ്റ് ആവുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. രണ്ടുപേര് തമ്മിൽ ചേരാമെന്ന് അല്ലെങ്കിൽ കോപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന നമ്മൾ വലിയൊരു കാര്യം. അപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുത്തത് മാത്രമേ ഉള്ളൂ. ചാക്കോച്ചൻ ലിസ്റ്റുമായിട്ട് ഒത്തിരി കാലത്തെ ബന്ധങ്ങളുണ്ട്. ഇപ്പോഴാണ് ഒന്നിക്കുന്നത്. ഈ ലിസ്റ്റിൽ ചെയ്യുന്ന പടങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സക്സസ് മാനായിട്ട് ലിസ്റ്റിനെ കണ്ടത് കൊണ്ടാണ് ലിസ്റ്റുമായിട്ട് ഇത് കൈകോർക്കുക അല്ലെങ്കിൽ ലിസ്റ്റിനുമായിട്ട് ഇത് ചേർന്ന് പോകുന്നത് ഈ സിനിമയ്ക്ക് ഒന്ന് തീരുമാനിക്കാൻ കാരണം? ലിസ്റ്റിന്റെ തുടക്ക സിനിമ ട്രാഫിക്കിനുള്ള ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ലിസ്റ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ഹൗളാറിയുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യമുണ്ട്. അത് വിജയിച്ച സിനിമകൾ മാത്രമല്ല, പരാജയപ്പെട്ട സിനിമകളും അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിജയിച്ച സിനിമകൾ മാത്രം കണക്കിലെടുത്തിട്ടാണ് ഈ കൂട്ടായ്മ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ്. പരാജയപ്പെട്ട സിനിമകളുണ്ട്, നല്ല അഭിപ്രായം കിട്ടിയിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, അഭിപ്രായം കിട്ടാതെയും പരാജയപ്പെട്ട സിനിമകളുണ്ട്, വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിനിമകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് നല്ല സിനിമകൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഒരു സിനിമയുമായിട്ട് ഞങ്ങൾ ഒത്തുചേരുന്നത്. അത് അഭിനേതാവ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലും ആദ്യമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ലിസ്റ്റിൽ നിന്നുള്ളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ആക്ടറിന്റെ മാർക്കറ്റബിലിറ്റി നോക്കിയിട്ടോ ഒന്നും അല്ല ഇത് സംഭവിക്കുന്നത്. ഒരു നല്ല സിനിമ ഉണ്ടാവണം, അപ്പോൾ അതിന് ഉള്ള സാഹചര്യങ്ങൾ, ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹത്തിന് പുറത്തും ഒരു വിശ്വാസത്തിന് പുറത്തും ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു തോന്നലുമാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായത്. ഈ സിനിമയുടെ ജയപരാജയങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധകമാകുമെന്നുള്ളത് അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ, അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇതിന്റെ ജയപരാജയങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്യും. താങ്ക് യു. ട്രെയിലർ നോക്കുവാണെങ്കിൽ ഈവൻ ചിരിക്കാനാണെങ്കിൽ പോലും ചാക്കോച്ചൻ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ചിരി വരെ. ഓൾസോ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ പുതുതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ഈ സിനിമയിൽ ചാക്കോച്ചൻ ചെയ്യാനായിട്ട്? ചാക്കോച്ചൻ ചെയ്യാത്തതായിട്ടുള്ള എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഇതില് ശരിക്കും രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എന്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും, ഇപ്പൊ സച്ചിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ദിലീഷിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഈവൻ ജാഫ്രിക്കയുടെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാവരുടെയും അപ്പിയറൻസുകൾ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതികളിലാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന രീതികളിലാണെങ്കിലും അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതില് സച്ചിന്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ അതില് സജിൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വായുവിൽ എഴുതും. സാധാരണ നമ്മള് സാറന്മാരെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി എഴുതും.
അപ്പൊ ഞാൻ രതീഷിനോട് ചോദിച്ചു, അത്രയ്ക്കൊക്കെ വേണം, അത്ര ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമുള്ളൂ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ ഈ അടുത്ത് എൻ്റെ മദറിലോ പുള്ളിയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ബയോളജി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഉത്തരം പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. അതായത് മേശപ്പുറത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മടിയിലൊക്കെ ഇങ്ങനെ എഴുതാണ് സംസാരിക്കുന്ന കൊടുത്തു. അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാരക്ടറിൻ്റെയും മാനറിസംസും ക്യാരക്ടറൈസേഷൻസിൻ്റെ ഓരോ ന്യൂവാൻസസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ. അപ്പം അത് എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനത്തെ ഡീറ്റെയിലിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിന് ആൾക്കാരുടെ ചെറിയ ചെറിയ ക്യാരക്ടറൈസേഷൻസ് പോലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് വളരെ ഓർഗാനിക് ആയിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇതിലുണ്ട്. പിന്നെ ഇതൊക്കെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിന് അപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എന്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഓഫീസ് ബോയാണ്, ഒരു ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ചിലപ്പോൾ സേതു. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരും. പ്രത്യേകിച്ച് സജിത് ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഹാസ്യരൂപേണ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിൽ കുറച്ച് ഇമോഷണലായിട്ട് കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതിൽ ഈ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ, അത് രസകരമായിട്ടുള്ള രീതിയിൽ, ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് പൊതുവാൾ എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ചാക്കോച്ചന്റെ കംബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ ട്രാഫിക് മുതലിങ്ങോട്ടുള്ള സിനിമാസ് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ചാക്കോച്ചൻ ജസ്റ്റ് റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് എന്താ പറയാ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് വില്ലൻ ഉൾപ്പെടെ. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് ടീഷേഴ്സ് എല്ലാം പൊളിച്ചെടുക്കണമെന്നൊക്കെ തോന്നിക്കുന്നത്. ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ അത് തുടക്കകാലത്ത് സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ സ്നേഹം പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളുടെ സിനിമകളിലൂടെ ആവണം എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെ ആണെങ്കിലും എല്ലാം. ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ കുറെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്യാതെ ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളി പോയിട്ടുമുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു വളരെ പതുക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി വന്നൊരാളല്ല. അതിന്റെ പുറകിൽ കുറെ അധ്വാനങ്ങളുണ്ട്, കുറെ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിന്റെ ഭാഗമാണ്. താങ്ക് യു ചാക്കോച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സജിൻ ബ്രോ, നമസ്കാരം. നമസ്കാരം ബ്രോ. നിങ്ങളുടെ ഈ പ്രയോഗമോ, അതായത് ചേട്ടനായാലും ചാക്കോച്ചനായാലും ദിലീഷനായാലും, അപ്പോൾ ഒരിക്കലും പടത്തില് ഒരു പോർഷൻ കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും പ്രേക്ഷകരെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്, ത്രില്ല് ചെയ്യിക്കുന്നത്, ഇമോഷണൽ ആക്കാൻ ചെയ്യുന്നത്, ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്പ് ആളുകളാണ്. ഇതെല്ലാം ഒരു കൊടുക്കീഴ് വരുമ്പോണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ട്, ഒരു കെമിക്കൽ കോമ്പോ പോലെ വേറൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇതുവരെ പ്രേക്ഷകർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പം ഇങ്ങനൊരു കോമ്പിനേഷൻ, ഇങ്ങനൊരു കഥ കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫസ്റ്റ് മൈൻഡിൽ തോന്നിയിരുന്നില്ലേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കഥയാണോ, പ്രേക്ഷകർക്ക് എന്തായിരിക്കും ഇതിൽ നിന്ന് കിട്ടാത്തൊരു തോട്ട് ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു? ബ്രോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ തന്ന ഡയറക്ടറാണ് രതീഷ്. അപ്പോൾ എന്തെങ്കിലും പുള്ളിയായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓഫർ വരുന്നത്. അപ്പോൾ ചാക്കോച്ചൻ വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി കഥ കേൾക്കുന്നതും
അപ്പൊ നമുക്ക് പ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ അതിലൊന്നും സ്ക്രിപ്റ്റ് വായിച്ച് കൺവിൻസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഓഫർ വന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ചെയ്യാം. പിന്നീട് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതിലൊരു ലെയറും രതീഷിന്റെ ഒരു മീറ്റർ, ഒരു ക്യാരക്ടർ ആർക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഫാമിലിയോട്ട് വന്ന് കയറിയിട്ടുള്ള ഒരു മൊമെന്റ്സും ആ പാട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഓൾറെഡി 3 പേരും ഷർട്ടില്ലാതെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ കുറച്ചുകൂടി ആൾക്കാരുടെ ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഒരു പുതുമ വരുന്നുണ്ട്, വെൽക്കമിങ് ഫീൽ ഒക്കെ വരുന്നുണ്ട് പടത്തിൽ. അപ്പൊ അത് ഗ്രാജുവലി പിന്നെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ പടത്തിലുണ്ട്. അപ്പോ അങ്ങനെ ഒരു ഫീൽ ചെയ്തു. ദിലീഷേട്ടൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തതാണ്. ചാക്കോച്ചിന്റെ ഒപ്പം ചാവേറിന് ശേഷം വർക്ക് ചെയ്യുന്ന സിനിമയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ. അപ്പോൾ ദിലീഷേട്ടന് വർക്ക് ചെയ്ത് ജാഫർക്ക് എൻ്റെ അടുത്ത് വന്നൊരു കാര്യമുണ്ട്. പൂജ ചെയ്യണം. പൂജയുടെ സമയത്ത് ഇത് കഴിക്കുന്ന കാര്യമൊന്നുമില്ല, സുഖമാണ് ഡയറക്ടറെ അനുസരിച്ചിട്ട് വിളിച്ചത്. കാരണം ഇതിന് ഒരു മറ്റേ കരന്റെ കാലത്തിലൊക്കെ അഭിനയിച്ചാൽ എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയാണ് രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇത്. അല്ല, ചിദംബരം ആണെങ്കിലും ഞാൻ ജാനമനിൽ ചിദംബരം ഡയറക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരുമിച്ച് ആർട്ടിസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. വയനാടൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ പോയി തന്നെ നമ്മൾ ഒരുമിച്ച് ഒരു കുറച്ച് ഡേയ്സ് ഒരുമിച്ചുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റി. ഒരു ഡിഫറെന്റ് ഗെറ്റപ്പിൽ ഒക്കെ ചെയ്യാൻ പറ്റി. ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും പടം കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. ചാക്കോച്ചൻ, അതുപോലെ ചാക്കോച്ചന്റെ ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഈ പടത്തിന് ഡാൻസ് ഇറങ്ങിയതിനു ശേഷം ചാക്കോച്ചൻ ഓരോ മനുഷ്യരോടുള്ള ഡാൻസ് ആയാലും ശരി, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യും. ആ ഒരു നമുക്കൊരു ആക്ടറിൽ ഉണ്ടാകുന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ക്യാരക്ടർ ഉണ്ടാകുന്ന ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും വർക്ക്ഔട്ട് ആവും എന്നൊരു ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് ചാക്കോച്ചൻ ഓരോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറയാം, മലയാളികൾക്ക് ഒരുപാട് എവർഗ്രീൻ ക്യാരക്ടേഴ്സ് തന്നൊരു ആളാണ് താങ്കൾ. ഒരു എവർഗ്രീൻ ആക്ടർ തന്നെ പറയാം. അപ്പം ഇതേ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകർ റിലേറ്റ് ചെയ്തിട്ടുണ്ട് കഥാപാത്രം? ഇത് കോൺഫിഡൻസ് എന്നതിന് അപ്പുറം ഒരു വിശ്വാസമാണ്. കാരണം നല്ല സിനിമകളെ മലയാള പ്രേക്ഷകർ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു വിശ്വാസമാണ് അതിന് ആസ്പദം. അപ്പൊ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങൾ ദുരൂഹ സാഹചര്യമായിട്ട് കോർത്തിണക്കി ഞാൻ പറയുമ്പോൾ പോലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മലയാളികൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. അപ്പൊ അത് വളരെ രസകരമായിട്ട്, ഇച്ചിരി ക്വേക്കി ആയിട്ട്, ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും അത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ആയതും അതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ലിസ്റ്റ് തന്നെ പറഞ്ഞു, ഈ ഒരു സമയം എന്ന് പറയുന്നത് വലിയ സിനിമകളും മറ്റു പല സിനിമകളും റിലീസ് ചെയ്യാൻ ഭയപ്പെടുന്ന സമയത്ത് പോലും വലിയ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല സിനിമകളായതുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരെ എന്റർടൈൻ ചെയ്യുന്ന സിനിമകളായതുകൊണ്ടുമാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് നല്ല സിനിമകളുമായിട്ട് വരുന്ന ആരെയും നിരാശപ്പെടുത്തില്ല മലയാള സിനിമ പ്രേക്ഷകർ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെയും കോൺഫിഡൻസിന്റെയും പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യം എന്ന സിനിമയുമായിട്ട് ഈ ടീം വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട 2-3 പേരുകൾ, ഒന്ന് ചിദംബരത്തിന്റെ കാര്യമാണ് അങ്ങനെ എടുത്തു പറഞ്ഞില്ല. കാരണം ചിദംബരം എന്ന സംവിധായകൻ, മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ആദ്യമായിട്ട് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയും കൂടെയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അതായത് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു അപ്പിയറൻസിലും ഒരു ഭാവത്തിലും നമ്മൾ കണ്ടിട്ടില്ല. അതിന്റെ ഒരു ഫ്രഷ്നെസ് സിനിമയിലുണ്ടാവും. അതേപോലെ തന്നെ സുധീഷ്, എൻ്റെ ആദ്യ സിനിമ മുതൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു അഭിനേതാവാണ്, ഒരു സുഹൃത്താണ്. ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തമായ പല സിനിമകളും പല ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ ചൂരൻ്റെ ഒരു മനോഹരമായ വേഷം ചെയ്തിട്ടുണ്ട്. സുധീഷിനെയും ഈ സിനിമയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ ഗാനങ്ങളാണെങ്കിലും ഡോൺ മെൻസനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വരികൾ ഞാൻ ചെയ്യുന്ന ഗാനം രചിച്ചിരിക്കുന്നത് രതീഷ് തന്നെയാണ്. ഒരു കെമിസ്ട്രി ടീച്ചർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ പാട്ട് തുടങ്ങുന്നത് തന്നെ. ശരിക്കും ഒരു കെമിസ്ട്രി അധ്യാപകൻ എൻ്റെ റൈറ്റ് സൈഡും ഒരു കെമിസ്ട്രി അധ്യാപികയാണ് എൻ്റെ ഇടതുവശത്ത് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കോമ്പോസും കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ പുള്ളിയുടെ ചില റെഫറൻസുകളൊക്കെ ഭയങ്കര രസമാണ്. ഇതില് മിനി എന്നാണ് റാവത്തിന്റെ പേര്. എൻ്റെ പേര് സേതു എന്നാണ്. ഒരു ഹീറോണ സ്പ്ലെൻഡറുണ്ട്. ശരിക്കും ഈ സേതു എന്ന് പറയുന്ന സ്തുതിയും അല്ലെങ്കിൽ മിനി സ്പ്ലെൻഡർ എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു 2ാം കാഴ്ചയിൽ അല്ലെങ്കിൽ 3ാം കാഴ്ചയിലായിരിക്കും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് പറയാൻ കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇതിന്റെ രസകരമായ കാര്യം. അപ്പൊ ഇങ്ങനത്തെ ചില നമുക്ക് പെട്ടെന്ന് ആദ്യ കാഴ്ചയിൽ പെട്ടെന്ന് കിട്ടാത്ത ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ
അല്ലെങ്കിൽ രസകരം മാത്രമല്ല വളരെ ഗൗരവമായ വിഷയങ്ങൾ പോലും നമുക്ക് പിന്നീട് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കും ഒരു ദുരൂഹ സാഹചര്യം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത തരത്തിൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ അവതരിപ്പിക്കാൻ സാധിക്കുകയും നമ്മളെ സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വേറൊരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലും ആംഗിളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യവുമായിട്ട് വരുന്നത്. അപ്പൊ അത് നല്ല സിനിമയുടെ ഗണത്തിൽ പെടും എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് മാജിക് ഫ്രെയിംസും ഉദയ പിക്ചേഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതും തിയേറ്ററിലേക്ക് വിഷു കൈനീട്ടമായിട്ട് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ചാക്കോച്ചന്റെ പടങ്ങൾ ഇറങ്ങിയതിന് ശേഷം തൊട്ടുപുറകെ പാട്രിയേറ്റ് വരുന്നുണ്ട്, മുമ്പിൽ പാട്രിയേറ്റ് വരുന്നുണ്ട്. നേരത്തെ നേരെ ഒരു ഇതുണ്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത് മെയ് 1-ാം തീയതിയാണ് പേറ്റഡ് ഇപ്പം ഒഫീഷ്യൽ റിലീസ് കൺഫേം ചെയ്തിരിക്കുന്നത്. അത് വലിയ പെരുന്നാൾ, ഇതൊരു കുഞ്ഞു പെരുന്നാൾ, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. ഈ ലിസ്റ്റിന്റെ ജീവിതത്തിൽ ദുരൂഹത നിറഞ്ഞ സാഹചര്യം ചാക്കോച്ചൻ ഓർത്തെടുക്കുകയാണ്. അത് ശരിക്കും ഈ സജിന്റെ കാലിന്റെ ഇഷ്യൂ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞു. ജാഫർക്ക പറഞ്ഞു എന്തെങ്കിലും ഭയങ്കര വലിയ ഇഷ്യൂ ആയിരുന്നെങ്കിൽ നമ്മളപ്പം ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ പടം നിർത്തി വെച്ച് വേറൊരു ആക്ടറെ നമ്മൾ നോക്കിയാണ്. ഇപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പം ഇത് വലിയ ചെലവില്ലാത്ത കാര്യമാണ്, പിന്നെ കഥാപാത്രത്തിന് യോജിച്ച രീതിയിലുള്ള കാര്യമാണ്. അപ്പം ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ മരുന്നൊന്നും വേണ്ട, അല്ലെങ്കിൽ എക്സ്റേ ഒന്നും എടുക്കണ്ട, ഇത് അങ്ങനെ തന്നെ പോലെ ക്യാരക്ടറിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഒരു ഇൻബിൽറ്റ് അല്ലെങ്കിൽ ഇൻബോൺ ബിസിനസ് അക്യുമെന്റ് എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ എനിക്ക് ആ ഏരിയയിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ലിസ്റ്റിന്റെ ടീമും പ്രത്യേകിച്ച് അഖിലും ഒക്കെ അതിൽ ഭയങ്കരമായിട്ട്, കാരണം ലിസ്റ്റിൻ പൂജയ്ക്ക് ശേഷം പിന്നെ ലൊക്കേഷനിലേക്ക് വന്നിട്ടേ ഇല്ല. കാരണം എങ്ങാണ് ഈ കാലിന്റെ ചികിത്സയ്ക്ക് കൂടുതൽ അല്ലെങ്കിൽ സാലറി ചോദിക്കുമെന്നുള്ള ഭയത്തിന്റെ പുറത്ത് പുള്ളി വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ എടുത്ത് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ജോക്സ് അപ്പാർട്ട്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റിൻ ആണ് ശരിക്കും രതീഷ് പൊതുവാളിനെ ആദ്യം എടുത്ത് വിടുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഒന്നും എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്താ പറയുന്നുള്ളൂ. തിയേറ്ററിൽ സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ അതിനുശേഷം വീണ്ടും രതീഷുമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ തിരിച്ച് ആ ഒരു കാര്യം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്യേണ്ട ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ബോഗിൻവില്ലി ആണെങ്കിലും ഓഫീസോടെ ഡ്യൂട്ടി എടുക്കുമ്പോഴും അതിനകത്തൊക്കെ ഒരു സൈക്കോ ക്യാരക്ടർ ഒളിഞ്ഞാണ് ഒന്നുണ്ട്, നമ്മൾ അറിയാം. അപ്പം ഇതിലും അങ്ങനെ ഒരു ദുരൂഹത ഞങ്ങൾ പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കും? എനിക്ക് സൈക്കോ ചാക്കോ എന്ന പേര് വരുത്താൻ വേണ്ടിയിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ശ്രമമാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരിലും ഈ പറയുന്ന പോലെ ഒരു സൈക്കോ ഫാക്ടർ ഉണ്ട് അല്ലേ? എല്ലാത്തില്ല അടിസ്ഥാനമായിട്ട് തോന്നുന്നു 24 മണിക്കൂർ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറെ നേരങ്ങൾ ഉറങ്ങുമല്ല. ഈ ഉറങ്ങാതെ ഇരിക്കുന്ന സമയങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റും പിന്നെ വൈകുന്നേരം വരെയുള്ള ആ സമയത്ത് നമ്മളുടെ മെൻ്റലിന് ചെറിയ ഏതോ ഒരു കുറച്ച് സെക്കൻഡ് നേരം എന്തോ ഈ പറഞ്ഞ പോലെ വരും. ഒരു യഥാർത്ഥ നല്ലൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അയാളൊരു ഫോൺ വന്നു മാറി. ഞാൻ മാറിക്കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ഫോൺ വന്നു. അതൊന്നും ഇവർ നല്ല സുഹൃത്തുക്കളെന്ന് വർത്താനം പോലെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചു, എടാ നീ അങ്ങോട്ട് പോകണ്ട, അവിടെ വരൂ. അത് സത്യം പറഞ്ഞ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വായിച്ച അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും സൈക്കോ അല്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഫീസർ ഡ്യൂട്ടിയിലെ കഥാപാത്രം പ്രത്യേകിച്ച് അയാളുടെ ഒരു ഇമോഷണൽ ട്രോമ ഉണ്ട്. അപ്പൊ അത് ആ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞിട്ട് അതിനോട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ എന്നെ പേഴ്സണലി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം കണ്ട സമയത്ത് എനിക്കും തോന്നിയിരുന്നു സൈക്കോ ആണെന്ന് എല്ലാത്തിനും നോട്ട് ചെയ്തു. അപ്പം അത് ഇതിപ്പം ഈ സൈക്കോ എന്നതിനപ്പുറം അത് മനസ്സിന്റെ ഓരോരോ അവസ്ഥകളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഇപ്പം ഒരു ഡിസീസാണ്, ക്യാൻസർ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗം തന്നെയാണ്.
അപ്പൊ അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ചികിത്സിക്കുകയും അതിനുവേണ്ടി പണ്ടുണ്ടായിരുന്ന ഒരു ടാബും ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരു ഭ്രാന്തെന്ന് പറഞ്ഞ് അതിനെ അല്ലെങ്കിൽ വട്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയാ വളരെ കോമൺ ആയിട്ട് ഒരു വേർഡ് ഉപയോഗിക്കുന്നതിനപ്പുറം ഇന്ന് പല ഗ്രേഡുകളുണ്ട്, വേരിയന്റുകളുണ്ട്. എന്തൊക്കെ അവസ്ഥകളാണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. പണ്ട് മടി ഉണ്ടായിരുന്നത് ഇപ്പൊ അങ്ങനെയല്ല, ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇതൊരു നല്ലൊരു കാര്യമാണ്. അപ്പൊ അത് ഓരോ കഥാപാത്രങ്ങളിലും അതനുസരിച്ചുള്ള ചേരുവകളും വ്യത്യസ്തതകളും ഉണ്ടാകുന്നുണ്ട്, മാനസിക തലങ്ങളും ഉണ്ടാവാറുണ്ട്. അത് കുറച്ചുകൂടെ ഇന്റൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ദുരൂഹ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പല രീതികളിലായിരിക്കും ഒരേ സിറ്റുവേഷൻ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ രസകരമായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പം രാജേന്ദ്ര പ്രസാദിനെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വ്യക്തതയുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് ഈ വ്യത്യസ്തമായ മാനസിക തലങ്ങൾ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നർമ്മവും ആക്ഷേപഹാസ്യവും ഒക്കെ ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ദുരൂഹ സാഹചര്യം. എങ്ങനെയുണ്ട് ചാക്കോച്ചന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്? ഒരുപാട് നായകന്മാരെ കൊതിച്ചിട്ടുണ്ട് ചാക്കോച്ചന്റെ കൂടെ അഭിനയിക്കാൻ. അതെ അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. കാരണം ഞാൻ വിചാരിക്കാണ്ട് വളരെ പെട്ടെന്ന്, നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ഐ ഹാഡ് ടു ഡബിൾ ദ ലെവലപ്പിംഗ് തിങ്. അപ്പൊ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പൊ അതിന്റെ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ആ ബൊഗൈൻവില്ല മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഞാൻ ആ ബൊഗൈൻവില്ല ലുക്കൊക്കെ പ്രതീക്ഷിച്ച് ഒക്കെയാണ് വിചാരിക്കുന്നത്. ഉള്ളിൽ ഫുൾ റൊമാൻറ്റിസൈസിങ് ആണ്. നേരിട്ട് വന്നപ്പോഴത്തേക്കും മറ്റേ കീറിയൊക്കെ കൂടി വേറെ ഏതൊരു ലുക്കിലാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഇത് തെറ്റിട്ട് മാത്രം ഇങ്ങനത്തെ എന്നുള്ള രീതിയിലാണ്. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ ഹീസ് വെരി കാം ആൻഡ് വെരി കമ്പോസ്ഡ്. ആൻഡ് ഞാനാണ് നല്ലൊന്നും തെറ്റിക്കരുത്, എന്റെ പെർഫോമൻസ് ഷുഡ് നോട്ട് എഫക്ട് തിങ്സ് എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ ഹിസ് പ്രസൻസ് ഭയങ്കര നന്നായിട്ട് എന്നെയും കൂടി കാമാക്കി കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് തരാൻ പറ്റി. അതുകൊണ്ട് അത് മാത്രമല്ല, രതീഷാന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത് ഞാനിപ്പോ രതീഷാന്റെ കൂടെ ഇത് എന്റെ രണ്ടാമത്തെ പ്രൊജക്റ്റ് ആണ്. ആദ്യത്തെ മൂവി വർക്ക് ചെയ്യുമ്പോൾ രതീഷാൻ പല ഡിഫറെന്റ് പ്രോസസ്സിലാണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യുന്നത്, നമുക്ക് പോലും അറിയില്ല. അപ്പൊ ഫസ്റ്റ് മൂവിയിൽ രതീഷാൻ എനിക്ക് കഥയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്പോട്ടിലാണ് സീൻ ഡയലോഗ്സ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതൊരു വേറൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയിൽ എനിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ആദ്യമേ തന്നിട്ട് ഇതിന്റെ ടെക്സ്റ്റ് എല്ലാം ഫുൾ പേഴ്സണൈസ് ചെയ്തോളൂ, പിന്നെ എന്നിട്ട് ഒന്നും വേണ്ട, വേറെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറെ കൂടി ടെൻഷനായിരുന്നു. പക്ഷെ രണ്ടാമത്തെ പ്രൊജക്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ആ രതീഷാന്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ കുറെ ലേണിംഗ്സ് ഔട്ട്കംസ് നമുക്ക് സെക്കൻഡ് ഇതിനകത്ത് എവിടെ ഉണ്ടാവുന്നു, സെക്കൻഡ് പ്രൊജക്റ്റിൽ. പിന്നെ അത് മാത്രമല്ല ബാക്കി എല്ലാ കുറെ സജിൻ ബോബു ആയിക്കോട്ടെ, ദിലീഷേട്ടൻ ആയിക്കോട്ടെ, ചിത്തു ആയിക്കോട്ടെ, ഒരുപാട് രാജേഷ് മാധവൻ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ നല്ല ആക്ടേഴ്സിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതെല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ആൻഡ് ഐ എം ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ദിസ് ബിഗ് ഓപ്പർച്യൂണിറ്റി. Thank you. ലിസ്റ്റിന് ഈ തുടക്കത്തിൽ തന്നെ ഇതിൽ ദുരൂഹത ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് പോസ്റ്റർ ആദ്യം ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേര് വെക്കുന്നു, അടുത്ത പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേരില്ല, പിന്നീട് പോസ്റ്റർ ഇറക്കുമ്പോൾ ഡയറക്ടറിന്റെ പേര് വരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര ദുരൂഹത നിറഞ്ഞു ഈ സിനിമയ്ക്ക്. ഇത് ഒരറ്റം വരെ പോയപ്പോൾ ഒരു ചർച്ചയിലേക്ക് വരെ പോകേണ്ട ഒരു സാഹചര്യം ഡയറക്ടറുമായിട്ട്. അതെന്താണ് അതിൻ്റെ ഉള്ളിലെ ദുരൂഹത ഈ ഡയറക്ടറുമായിട്ട്? ഇങ്ങനെ ഒരു ടൈറ്റില് ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ചത് ഇപ്പോഴാണ് ഞങ്ങൾ മാർക്കറ്റിംഗിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പടത്തിന് എന്തെങ്കിലും, കാരണം ഇതിന്റെ ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നി. ഇന്നിപ്പോ നമുക്കത് മനസ്സിലായി, അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗിന്റെ തന്ത്രമായിട്ട് ഞങ്ങളത് ചെയ്തു. പക്ഷെ അത് നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു ചർച്ചയ്ക്ക് വരെ എത്തി, ഒരു ടേബിളിൽ നിന്ന് ചർച്ചയ്ക്ക് വരും. അപ്പൊ ലിസ്റ്റിനത് ഫ്രീ ആക്കി എടുക്കുമ്പോൾ അതിന്റെ കുറച്ചും കൂടെ ആഴത്തിലൊരു ചോദ്യത്തിലേക്ക് പോകാൻ കൊടുത്താൽ ഇതൊരു വിഷയങ്ങളായി. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടെ വരെ എത്തുമ്പോഴാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് അതാ പറഞ്ഞേ കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളും നോക്കി ഞങ്ങളത് വിജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇനി വേറൊരു മാർക്കറ്റിംഗ് പ്ലാൻ വേണമെന്ന് ഡയറക്ടറായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇല്ല. അപ്പൊ എല്ലാം ഇപ്പം നമ്മളിപ്പം ഹൈദരാലിയായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ.
തീർച്ചയായും അതിലേക്ക് പോകുന്നു. എല്ലാ മനുഷ്യരായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. ഡയറക്ടർ തുടക്കം മുതൽ ഒരു പ്രശ്നമില്ലാതെ പോയി. പിന്നെ എന്തുകൊണ്ടാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന ടേബിളിന് ചുറ്റുമെത്തി ചർച്ച പെപ്പർ ഉൾപ്പെടെ നേരിട്ട് ചർച്ചകൾ നടത്തി ഈ പ്രശ്നങ്ങൾ വഷളാവുന്ന നിലയിലേക്ക് പോയി? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ ആളുകളെ വിളിച്ച് ചർച്ചയ്ക്ക് ടേബിളിന് ചുറ്റും വരികയും ചെയ്തു. അപ്പോൾ താങ്കൾ ഇപ്പോഴും പറയുന്നത് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയൊരു സിനിമയാണ്, അതിൽ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷേ ഡയറക്ടറിന് ഒരു നിലയിലേക്കും കാണുന്നില്ല, നമ്മൾ ഒരു പ്രമോഷൻ കാണുന്നില്ല, അദ്ദേഹം ഒരു സാധനം ഷെയർ ചെയ്യാൻ കാണുന്നില്ല. അതിലാണ് ദുരൂഹതകൾ. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ കാര്യം കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ഏത് സിനിമയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നോർമലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ പല സിനിമകളിലും ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പൊ അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഇപ്പൊ നമ്മളൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷൻ വെച്ചൊന്നിരിക്കും. അപ്പൊ ഇതുപോലെയുള്ളൊരു കാര്യമുള്ളൂ. അത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ദുരൂഹ സാഹചര്യം അതിൻ്റെ അകത്തില്ല. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഇതെത്തി എന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനു മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ സിനിമയിലുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു മനുഷ്യരുടെ അപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് എൻഡ് ഒരു നല്ലൊരു സിനിമ, ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറച്ചിട്ടുള്ള ആൾക്കാർ വരെ ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. വേറെ എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ ഞാൻ ആലിക്കലി എന്നുള്ള സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയാൻ? അത് നിർമ്മാതാക്കളുടെ അവിടെ ചർച്ചയ്ക്ക് പോയില്ല. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡാണ്. അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അത് എല്ലാവരും എന്ന് പറയുമ്പോൾ ജഗദീഷ് ബാലകൃഷ്ണൻ മുതൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ മുതൽ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉൾപ്പെടെ. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത് ദുരൂഹ സാഹചര്യം ഇങ്ങനത്തെ ഒരു രീതിയിൽ, കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്റർടൈൻ ആകും എന്നൊരു വിശ്വാസമാണ്. ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, ഈ DOP ഇല്ല, ശരിക്കും ചിദംബരവും ഇല്ല, ദിലീഷ് പോത്തനും ഇല്ല, അങ്ങനെ കുറെ പേരില്ല. ഇത് ഇതിന്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഏപ്രിൽ 2-ാം തീയതി എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് മാറി ഏപ്രിൽ 10-ആയി, അത് മാറി ഏപ്രിൽ 15-ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഈ ടീസറിന്റെ ഔട്ട് പോലും നമ്മൾ അടുത്ത ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളുടെ സൈഡിൽ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ് സോ അവർ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ അവർക്ക് മടിയുണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യമില്ല. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് റിസൾട്ടാണ്, അവരുടെ ജോലിയാണ് അവരെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അല്ല, ചാക്കോച്ചന്റെ സിനിമ ഇതിന് മുമ്പുള്ള അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്ത് ആ സിനിമയ്ക്ക് ചാക്കോച്ചന്റെ കൂടെ യാത്രയായിരുന്നു അദ്ദേഹം അതിൽ നിന്നും മാറി നിന്നിട്ടില്ല. ഫുൾ ടൈം ചാക്കോച്ചനോട് ഏത് ഇന്റർവ്യൂവിനാണെങ്കിലും വരും, തിയേറ്റർ വിസിറ്റിന് വരും, തിയേറ്ററിന്റെ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ഡൗട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഡയറക്ടറിന്റെ കാര്യം തന്നെ ചോദിച്ചത്. ഇതില് രതീഷിനോട് 3-ാമത്തെ സിനിമയാണ് സിനിമ എന്നാണ് കേസുള്ളത്. 2-ാമത്തെ സിനിമ ഞാൻ നായകനല്ല, പക്ഷെ അതില് ഞാൻ പോയി അഭിനയിച്ചു. അത് ഞാൻ 1 രൂപ പോലും മേടിക്കാതെയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹമായിട്ടൊരു ബന്ധത്തിന്റെ പുറത്താണ്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്.
അതിനുശേഷം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമ വൻ പരാജയമായപ്പോൾ പോലും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്റർ പുള്ളിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഉണ്ടായുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതില് പുള്ളി ലൈം ലൈറ്റിലുണ്ടോ കൂടെ ഉണ്ടോ എന്നതിന് അപ്പുറം ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി അദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും ലിസ്റ്റിനാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. സോ അത് സിനിമ സംസാരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ മീൻസ് ആ ഒരു ആൻസർ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പൊ എന്നത്താൻ കേസ് കൂടെ ക്യാരക്ടർ പോയി കഴിഞ്ഞാൽ ചാക്കോച്ചന്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. ഇപ്പം നമുക്ക് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ പറ്റി. അപ്പൊ അതേ ഒരു ഡയറക്ടർ ലീഡർ റോളും കൊണ്ട് വേറെ കഥയായിട്ട് വരുമ്പോൾ ആർക്കാണെങ്കിലും കുറച്ചുകൂടെ എന്തൂസിയാസം അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും. ലൈക്ക് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെയ്ത് കഴിഞ്ഞപ്പോഴും എങ്ങനെയുണ്ട്? ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സേതു എന്ന കഥാപാത്രം എന്നിലേക്ക് വരുമ്പോൾ അത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് രതീഷ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് രതീഷ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ആക്ടറെ അത് ഇന്നത്തെ കേസുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഞാനും ഒന്ന് രണ്ട് പേരും അല്ലാതെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരായിരുന്നു, ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു കൂടുതൽ. അവരെല്ലാവരെയും വളരെ നാച്ചുറലായിട്ട് ഒരു കഥാപാത്രമായി മാറുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രതീഷ് പൊതുവാൾ എന്ന ഒരു ക്രിയേറ്ററിന്റെ മികവ് തന്നെയാണ്. അപ്പൊ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ ഒരു വെയിറ്റേജ് കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദിലീഷിന്റെ ഒരു അപ്പിയറൻസ് കാര്യത്തിൽ നോക്കുകയാണെങ്കിലും സജിന്റെ കാര്യത്തിലാണെങ്കിലും ജാഫറിന്റെ ആണെങ്കിലും ശരണ്യയുടെ ആണെങ്കിലും സുധീഷിന്റെ ആണെങ്കിലും എന്റെ ആണെങ്കിലും എല്ലാം ആ രീതിയിലെ കഥാപാത്രങ്ങളുടെ വേറൊരു ടോൺ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു മാജിക് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ. ടീച്ചർ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷെ എൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെട്ടിയും കുറേ അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് മാറുന്നു. എത്രത്തോളം വെടിവെപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആഗ്രഹം? സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മൾ രതീഷ് പൊതുവാൾ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ആക്ഷൻ സീക്വൻസുകളാണ്. മറ്റത് സോഷ്യൽ സറ്റയർ ആണെങ്കിലും ഇമോഷണൽ സൈഡ് ആണെങ്കിലും തമാശകളാണെങ്കിലും സമൂഹത്തിലുള്ള പല ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം ആൻസർ ചെയ്ത് കേറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആക്ഷന്റെ ഒരു സീക്വൻസോടുകൂടി ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്ലേസ് ചെയ്ത് പോകുന്നു. അല്ലാതെ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ മാച്ചോ പരിപാടി അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യം ഇറങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പം ആവശ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ പാപ്പിനെക്കാളും ചേട്ടൻ സ്കോർ ചെയ്തിട്ടുള്ളതായിട്ട് ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ആക്ഷൻ സീക്വൻസ് മുൻപ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിൽ ചാക്കോച്ചനെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകും? ഇതിൽ എനിക്ക് വലിയ രീതിയിൽ ആക്ഷൻ സീക്വൻസുകളില്ലെന്ന് വിചാരിക്കുന്നു. ചാക്കോച്ചനെ ഞാൻ സ്കോർ ചെയ്ത് വിചാരിക്കുന്നത് ചാക്കോച്ചനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന സീനുണ്ട്. അതിന് ചാക്കോച്ചൻ ഡാൻസ് അറിയാൻ പാടാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ അതിന് സ്കോർ ചെയ്യും. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നു ചാക്കോച്ചനെ. ഞാനൊരു 3 ദിവസം 2 ദിവസം എടുത്തിട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നു. ആ സമയത്ത് സ്പോട്ടിൽ വന്ന് ചാക്കോച്ചത് കാണുന്നു, ചാക്കോച്ചനപ്പുറം ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ മാത്രമേ സ്കോർ ചെയ്തെന്ന് തോന്നി. എല്ലാ വിധത്തിലും ഓക്കെ ആയിരുന്നു. ഇതാണ് ഞാൻ ഭംഗിയായിട്ട്. അപ്പൊ അങ്ങനെ ജാഫർ ഇടുക്കിക്കാരനും തന്നെയായിട്ടാണ് അഭിനയിച്ചത്. ഇടുക്കിക്കാരനാണ്, പേര് ജാഫർ തന്നെയാണ്. അത് എത്രമാത്രം ആ സിനിമയ്ക്ക് ഇടുക്കിക്കാരൻ്റെ ഒരു റോളും ആ പേരും അത് എത്രമാത്രം ആ സിനിമയിൽ നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു കഥാപാത്രമായി മാറും. ഇടുക്കിയിലാണ് അദ്ദേഹം ഈ കാസറ്റ് റെക്കോർഡിംഗ് ഇല്ല, പഴയ ഡെക്കിലേക്ക് മാറ്റുന്ന ഒരു പരിപാടിയൊക്കെ ഇല്ല. അതുകൊണ്ട് ഇതിനകത്ത് കുറെ പിള്ളേർ ഞാൻ അറിയാൻ പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആരുടെ നല്ല കെട്ടുകളൊക്കെ ആയിട്ട് പോയി നേരെ വയനാട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തട്ടിപ്പുറത്തുനിന്നെല്ലാം പഴയ സാധനം കൊണ്ടിട്ട് വെച്ച് പുള്ളിയുടെ കൂടെ പുള്ളിയെ സഹായിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇതിനകത്ത്. ഇടുക്കിക്കാരനാണ്, അമ്പാൻ ആലോകാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഹരിയാന കല്യാണ ഏതെങ്കിലും പേരുള്ള എനിക്ക് ചോദ്യം വരുത്താൻ തോൽപ്പട്ടി. ഞാനത് തീപ്പെട്ടിട്ടേ ഉള്ളൂ, പക്ഷെ തോൽപ്പട്ടി
എന്താണേലും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇരിക്കുന്നത്. ഇപ്പം സാറിന് ജ്യേഷ്ഠനായിട്ടാണ് നമ്മൾ ദിലീഷ് പോത്തൻ സാർ. ഇത് ഒത്തിരി ചോദിക്കാനില്ല ഇതിലില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈംഗിക സംഭവം ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ആ ചില പടങ്ങളിൽ ചുരുക്കിൽ 4-5 ദിവസം 2-3 ദിവസം ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് മൊത്തം അറിയത്തില്ല. അതിലേക്ക് മിക്കവാറും ആൾക്കാർക്ക് അറിയാം. ഞാൻ കഥ ഞാൻ വിളിച്ച് പറയുമ്പോൾ അങ്ങനെ ഞാൻ കാണില്ല, പള്ളിയിലൊക്കെ പറയാതെ എനിക്ക് അങ്ങനെ കൊണ്ടു നടക്കാനൊന്നും ഇല്ലാത്ത പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ചെന്നു എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ തേച്ച് പിരിക്കെടുത്തുന്നേ പറഞ്ഞു. രതീഷ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡയറക്ടറിനെ പറയുള്ളൂ. അപ്പം കുറച്ച് വന്നാൽ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തു. ഈ സിനിമയിലല്ല ഏത് സിനിമയിലാണെങ്കിലും അദ്ദേഹം ചെയ്യുന്നത്. എനിക്ക് 2-3 ഡയറക്ടർമാരാണ്, ലിജു സാറ്, പിന്നെ ഈ രതീഷ് സാറ്, ഇവരൊക്കെ എന്ന് പറയും അവർ ചെയ്യണേന്ന് ചെയ്താൽ മതി, വലിയ പണിയില്ല എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. നോക്കിയെന്നാൽ മതി. അതിലും മെച്ചമായിട്ട് നമ്മൾ ചെയ്യുന്നതിലും മെച്ചമായിട്ട് അങ്ങനെ കാണിച്ചു തരും. പിന്നെ നമ്മളെ എല്ലാം പറഞ്ഞു തരും. ഒരു പടം എങ്ങനെ വിജയിപ്പിക്കണം, എങ്ങനെ പോകണം, അദ്ദേഹം എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്നവരെ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പടത്തിന് 50 ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 60 ദിവസമൊക്കെ ആകുമായിരിക്കും, എനിക്കറിയില്ല. എടുത്തിട്ടേ വിടുള്ളൂ. ഗ്യാരണ്ടിയുണ്ട് പടത്തിന്. നല്ല ഞാൻ പറഞ്ഞില്ലേ, അതായത് കഴിയുമ്പോഴത്തേക്ക് ഒരു എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വിജയപ്പടമാണ്. കാരണം ജനങ്ങളിലെ നമുക്ക് അപേക്ഷിക്കാനും അഭ്യർത്ഥിക്കാനും പറ്റുള്ളൂ. ജനങ്ങളോട് എല്ലാവരും സിനിമ കാണാൻ പറയാൻ പറ്റുമോ? ഇതിന് തീ പിടിച്ച വിലയില്ല ടിക്കറ്റിനും അതിനുണ്ട്. പൈസ കുറച്ച് കൊടുക്കാൻ പറയാം. അല്ല, അത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ജാബർ പറയുമ്പോൾ ആ ഒരു തീരുമാനത്തിൽ ലിസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ലിസ്റ്റിന്റെ തിയേറ്ററിൽ ആ ടിക്കറ്റിന് റേറ്റ് കുറച്ച് കൊടുക്കാനുള്ള ഒരു സംവിധാനം ചെയ്യണ്ടേ? അപ്പോൾ ഉള്ളതാണ് പറഞ്ഞത്. ലിസ്റ്റിന് ഇത്ര സ്ക്രീനില്ലേ? ചാക്കോച്ചൻ പറയുന്നത് 2 പ്രൊഡ്യൂസർ നിങ്ങൾക്കൊന്ന് പറയാവുന്ന കേസാണ്. വേറൊരു പടമാണെങ്കിൽ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് ഫുൾ റിസ്കിലെടുക്കുന്ന ഇറങ്ങുന്ന സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, അതൊക്കെ ലിസ്റ്റിന്റെ തീരുമാനങ്ങളാണ്. വേണമെങ്കിൽ ചെയ്യാം. പൊതുവെ ഹൃദയനാണ്, വെറുതെ നിങ്ങൾ ലോക ഹൃദയനാക്കുന്നത്. ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്, കരയിപ്പിക്കുന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഫ്രീക്കായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, ഇപ്പൊ കുറച്ച് സ്റ്റൈലിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ സൈക്കോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിപ്പോ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരുണ്ടാകുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവർ ചെയ്യുമ്പോൾ ചാക്കോച്ചനൊക്കെ ഒരുപാട് കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇൻട്രോവേർട്ട് അല്ല ഒരു കഥാപാത്രം ചെയ്യുന്ന ചാക്കോച്ചനോട് പാട്ട് ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ടിപ്സ് അഭിനയിക്കുന്ന മലയാളത്തിൽ ചോദ്യം ചോദിക്കുമ്പോ എന്നോട് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലില്ല. ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് എല്ലാവരും മാറി നിന്ന് അല്ലെങ്കിൽ എന്താ പറയാ മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും പ്രകടിപ്പിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ആ സാധനം അന്തർമുഖൻ. ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ എന്താണ് ഇദ്ദേഹത്തിന്റെ അഭിനയം കണ്ടു കഴിയുമ്പോൾ ഞാൻ വലുതായി പോകുന്നു. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുറച്ച് അതാ നല്ല ചോദ്യം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാനാരായി? അല്ല, നെല്ലിരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാനാരാ? അതല്ല, അല്ലാതെ എനിക്കൊരു സ്വഭാവമുണ്ട്. അത് ചില വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഇച്ചിരി പരിചയക്കുറവുള്ളൊരു ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഒരു കൊച്ചായിക്കോട്ടെ, ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തിരിവോ മറവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറ്റും ഇതൊക്കെ പരിപാടി ഇപ്പം ഈ നൈസിൽ വിളിക്കും. ഞാൻ ഐസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ എടുക്കണ്ട, കൈ ഇവിടുന്ന് എടുക്കണ്ട. അത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ നേരത്തെ ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നല്ലതായിരുന്നു അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യുകയില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്.
പിന്നെ ഇതിപ്പോ ഒന്നും ആരോട് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ കണ്ട വാടകയിൽ പിള്ളേര് സെറ്റ് ഇറങ്ങിയങ്ങളല്ല നടന്മാരാ. മോഹൻലാൽ സാറ് മമ്മൂട്ടിക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെ ഇരിക്കുന്ന സാറന്മാരെ ഞങ്ങളൊക്കെ ഇപ്പൊ ചെറുകിടക്കാരുടെ ഒത്തിരി. അപ്പോ അവരൊന്നും അല്ല, അവരും ഇപ്പൊ സിനിമയിൽ പറഞ്ഞാൽ 4 പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ. എല്ലാ സൈഡിലും പിള്ളേർ സെറ്റായി, ക്യാമറയായി, ഡയറക്ഷനായി, ഒക്കെ ആണ്. നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതൊരു കടമറ, അദ്ദേഹം സിനിമ എടുക്കും. നല്ല പിള്ളേരാണ്, നിങ്ങൾ വാഴ കളിക്കുന്നു. അതുപോലെ ഇതും നിങ്ങൾ കളിച്ചു വരുമ്പോഴത്തേക്കും നല്ലൊരു സിനിമയാവും. വിഷുവിന് ഒരു കൈനീട്ടമായിട്ട് 2 പേരും കൂടി തരും ഞങ്ങളായിട്ട് വെച്ച്. ജാഫർ കലാപോലെ ഇപ്പൊ സഞ്ജയേട്ടനോട് ചുരുളിയിലുണ്ടായിരുന്നു. എന്തോ അവിടെ തന്നെ സഞ്ജയേട്ടനോട് എനിക്ക് ചുരുളിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സ്ട്രീം ലെവൽ ഒരു കഥാപാത്രം, ഒരു മനുഷ്യന്റെ എല്ലാവരും എന്താ പറയാ സങ്കടങ്ങളും ദേഷ്യങ്ങളും വേറൊരു മനുഷ്യന്റെ വേറൊരു രൂപമാണ് അത് കാണിക്കുന്നത്. അപ്പൊ ഇതിലെങ്ങനത്തെ ഒരു കഥാപാത്രം, കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ലെവലിൽ പേഴ്സണലായിട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞിട്ടില്ല കോച്ച്. ഞാൻ ഇദ്ദേഹത്തിന്റെ സൈലന്റുമായിട്ട് വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾ രണ്ടുപേരും പോകുമ്പോ അതിനൊന്നും അഭിനയിച്ചൊന്നും ലോപിച്ചത് ഞാനും സൈലന്റൊന്നും വെച്ച് അഭിനയിച്ചിട്ടില്ല. ഞാനും ഇദ്ദേഹവും ശരണ്യയും പിന്നെ ദിലീഷ് സാറ്, ചിദംബരം, അത്രയും വരാം. സജിൻ മാത്രം നമ്മൾ തമ്മിൽ ഇല്ല 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 ഇല്ല. തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്ത് നോക്കുന്നുണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ അതാണ് ദുരൂഹം. അതെന്താണ് പുള്ളി അവിടെ അപ്പുറത്തേക്കില്ലെന്ന് പറഞ്ഞ് ഞാനിപ്പുറത്തും നിൽപ്പുണ്ട്, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അവിടെ ദുരൂഹത. ആ ദുരൂഹമാണ് നമ്മുടെ സിനിമ. ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു ഓക്കെ ദുരൂഹ സാഹചര്യം. റൊമാൻറ്റിക്കായിട്ടോ ഇനിയിപ്പോ ഇരിക്കുന്ന കാണാൻ ഇഷ്ടം. ഇപ്പൊ ഇരിക്കുന്നതാണ് എന്തിനാ ഒരാളെ ദുഃഖത്തിലിരിക്കുന്നതും സീരിയസ് ഇരിക്കുന്നതും ഇല്ലേ. മനുഷ്യനായിട്ടൊക്കെ പോയാൽ മതി, എല്ലാം നമ്മൾ കണ്ടു കണ്ടങ്ങ് പോയാൽ മതി അല്ലേ. നമ്മൾ തിരിച്ചൊക്കെ നോക്കി പറക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മളെ ചിന്താതെയായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അല്ലേ. അതിന് ചോദിച്ചു ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനില്ല. കണ്ടപ്പോ എന്റെ കണ്ണ് നേരെ പോയിരിക്കേണ്ട തലയിലേക്കാണ്. കാരണം അത്രയ്ക്ക് ഹെയർ സ്റ്റൈല് ഈ തലയിലേക്ക് മാത്രമാണ് അല്ല കുഴപ്പമില്ല. അത് അങ്ങനെ ചെത്തി വെച്ചോളി, ചേന എത്തിയ പോലെ എന്ന് പറയില്ലേ. അതും കൊള്ളാത്. കാരണം ഇപ്പോഴത്തെ യുവതലമുറയിലെ നെറ്റി കയറുന്ന പിള്ളേർക്കൊക്കെ ഈഗോ അടിക്കാൻ സാധ്യതയുണ്ട് ആ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ചേട്ടൻ ആ ഒരു മേക്കപ്പില് ക്യാരക്ടറായി മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണാടി നോക്കിയപ്പോ ഫസ്റ്റ് തോന്നിയ ഒരു തോട്ടം തന്നെ. ചോദ്യം ഇപ്പൊ ഏതാണ്ട് 100 കാരണമുണ്ടെന്നായിരിക്കും അല്ലേ അല്ലേ. ചെറുതും വലുതായിട്ടുള്ള ഇല്ലേ. ഇത്രയും മുമ്പ് ഞാൻ പറയാണ്, ഞാൻ ഇത് എന്നെ വെട്ടിപ്പറക്കി ഒരു മരത്തിന്റെ ഓട്ടിയിരുന്നാണ്. വെട്ടി കാരവാനിൽ കയറി കൂടി വെട്ടിക്കാനാണ് അതൊക്കെ വാരിപ്പറക്കാനായിട്ട് പിന്നെ വലിയ വേണം. ഞാൻ പുറത്തിരുന്നിട്ടുണ്ട്. ഞാൻ മുടിയൊക്കെ വെട്ടിയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എൻ്റെ അടുത്തൂടെ കടന്നു പോയത്. എനിക്ക് ഇദ്ദേഹം വന്നിട്ട് ഇതിലൂടെ കടന്നുകൊണ്ട് ഇളമ്പൻ മൂക്ക് മൂച്ചു വെച്ചത്. അപ്പം ഞാൻ ആരാന്നായിട്ട് ഞാൻ ചെന്നപ്പോൾ പുള്ളി വന്നിട്ട് അറിയോ ചെക്ക് ചെയ്യിക്കില്ല. അപ്പോഴാണ് അദ്ദേഹമാണ് അറിയുന്നത്. അപ്പൊ ഞാൻ കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി ഇപ്പൊ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരി പിള്ളേരൊക്കെ ഇനി വരാൻ പോകുന്ന ചെറുപ്പക്കാരി പിള്ളേരൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ മുടി വെട്ടി ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞത് കണ്ടിട്ടുണ്ട്. ഇനി നോക്കിയോ, ഇനി സ്ഥലങ്ങളിലും ചെറിയ ബാലകൃഷ്ണ വരെ ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഈ പിള്ളേരെ കുറച്ചാണ് പറ്റി പിള്ളേരെ ആരെയും പറയത്തില്ലേ. നല്ല കട്ടല്ലേ ഉണ്ടാപ്പി നല്ല കട്ടല്ലേ ആ നാട് കാട്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മളെ കണ്ടും വെട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഈ സിനിമ 14-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേനും അല്ല വിഷുവിന് സമ്മാനമായിട്ട് 15-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേനും നിങ്ങളും സഹായിക്കണം, എല്ലാവരും സഹായിച്ചത് ഇന്ന് വിജയമാക്കി തന്നെ പണം കണ്ടിട്ട് നല്ലതിനെ നല്ലതാക്കി കണ്ടാൽ അതൊന്നും ചെയ്തേക്കാം. ഇനി ആർക്കെങ്കിലും എന്നോടുണ്ട് ഈ വശം വിടാൻ പറ്റില്ല. പാസ്
പാടോ വാഴ വാഴ സിനിമ കണ്ടില്ലെന്നേ, ഞാൻ കണ്ടില്ല. പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. ഇപ്പം പൊതുവായിട്ടുള്ള അഭിപ്രായമല്ല. മോഹിനിയാട്ടം എന്ന് പറയുന്ന പടം നല്ലതാണ്, വാഴ നല്ലതാണ്, എല്ലാ പടവും നന്നാണ്. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇത് വെച്ചുകൊണ്ട് ഇരിക്കണമെങ്കിൽ പടം നന്നാവട്ടെ. ഇത് നിന്നു പോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരെയും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരെ ആരോഗ്യം പണിതുകൊണ്ടുണ്ടാക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം, എല്ലാവർക്കും ജീവിക്കാം. അല്ലാതെ ഇത് തകർത്തിട്ട് അല്ല, അത് ഒരു സ്റ്റോറി ഞാൻ ഏതോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് ഇപ്പൊ പോയി കഴിഞ്ഞാൽ സമയമില്ല. അത് ഞാൻ ഒരു 10-20 വർഷത്തോളം ഞാനിങ്ങനെ സിനിമ തിയേറ്ററിൽ ചെന്നാട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചുള്ളൂ. ഞാൻ സിനിമ കാണുകയാണ്, തിയേറ്ററിൽ ചെന്ന് കാണാത്ത കാര്യം പറഞ്ഞാണ്. തിയേറ്ററിൽ ചെന്ന് കാണും. അല്ലാതെ എൻ്റെ വീട്ടിൽ ടി വിയിൽ വരുമ്പോൾ എനിക്ക് പഴയ സിനിമകളോടാണ് താല്പര്യം. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പുതിയ സിനിമകളൊന്നും കാണാറില്ല. അപ്പം വിമർശനം ഉണ്ടായി, ഇയാളൊക്കെ ചെന്ന് സിനിമ ചെയ്യും, എല്ലാവരും കാണിയല്ല, ഞങ്ങളത് കാണാൻ നിൽക്കുക, കഷ്ടപ്പെടും. അതെന്താ പറയാ, അത് വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു പോയി. ഇനിയിപ്പോ ഒന്നുകൂടെ പറഞ്ഞ പോലെ എൻ്റെ ജ്യേഷ്ഠന് ഞാനും എൻ്റെ ഒരു പെൺകുട്ടികളൊക്കെ എല്ലാ സിനിമയും ഞായറാഴ്ച കാണും. എനിക്ക് ഞായറാഴ്ച എനിക്ക് ഫ്രീ ആയി സിനിമ കാണുന്നതിന് തിയേറ്റർ ടിക്കറ്റ്. എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 14-15 ചായക്കടയായിരുന്നു. ആ ചായക്കടയുടെ ഫ്രണ്ടിൽ ഞാൻ ഒരു കവുങ്ങിൻ്റെ വാരിക്ക് ഇങ്ങനെ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചാൽ ഒരു പോസ്റ്റ് ഒട്ടിക്കുന്നത്. എനിക്ക് ഒരു മഞ്ഞ കാണുന്നുണ്ട്, അങ്ങോട്ട് വഴി എനിക്ക് കാണാം. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞായറാഴ്ച തുടങ്ങും. പിന്നെ ഇളയ പെങ്ങളെ ചോദിക്കുന്നത്. ചോദിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോട്ടെ എൻ്റെ വാപ്പാട് ചോദിക്കുമ്പോൾ വാപ്പ കുറച്ച് ആദ്യം പോകണ്ടെന്നൊക്കെ പറയും. വിളിച്ചിട്ട് പൈസ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പൈസക്ക് സിനിമയ്ക്ക് നമ്മളുടെ ഒരു പോക്കിൽ ഒക്കെ കണ്ട് ഇങ്ങനെ ഇപ്പോൾ ഒരു 10-15 കൊല്ലം വെച്ചു 15 കൊല്ലം വെച്ചു. അപ്പം അതിനെ കല്യാണമൊക്കെ കഴിച്ചു വിട്ട് ഞങ്ങളുടെ ആ കണക്ഷനും കൂട്ടി. അത് മനസ്സിലായില്ലേ? എൻ്റെ ജീവിതം അത്ര പാടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ജ്യേഷ്ഠൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക് കുട്ടിയെ കെട്ടിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു കുറേ കഥ പറയാനുണ്ട്. ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ ചെയ്ത പടത്തിനകത്ത് ഞാൻ കാണുകയെന്നുള്ള അഹങ്കാരങ്ങളെ ഒക്കെ ഉള്ളൂ. ഇവിടെ കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ കഥ പറയുമ്പോൾ ഒത്തിരി പറഞ്ഞു വരികയല്ലേ. അതുകൊണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഡിക്ലെയർ ചെയ്തായിരുന്നു. എല്ലാവരും ശരിക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയില്ല. അല്ല ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്നോടോ അല്ല, അത് ഒരു രസകരമായൊരു അവസ്ഥയിൽ ചെയ്തതാണ്. അത് സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് കോംപ്രമൈസ് ചെയ്തത്. അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഇല്ലില്ല, കണ്ടിട്ടില്ല. കാരണം ശരിക്കും പറഞ്ഞാൽ ആട് കാണണം, പ്രതിശാഖ കാണണം, വാഴ കാണണം, മോഹിനിയാട്ടം കാണണം, അതെല്ലാം കാണേണ്ട ലിസ്റ്റിലുള്ളതാണ്. തിയേറ്ററുകൾ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പൊ ഇറങ്ങിയ സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് സ്റ്റാർസ് ഉള്ളവർക്ക് വാടകയിലായാലും ശരി, മോഹിനിയാട്ടം സ്റ്റാർ ഡിപ്പെൻഡ് അല്ല, കണ്ടന്റ് ഡിപ്പെൻഡ് ആണ്. അത് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എന്റെ ലൈഫ് സംഭവിച്ചിട്ടുണ്ടോ, എനിക്ക് അറിയാവുന്ന ലൈഫ് സംഭവിച്ചിട്ടുണ്ടോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ കാണുമ്പോൾ പ്രേക്ഷകർ പിന്നെയും തിയേറ്ററിൽ വന്ന് മലയാളത്തിന് മാത്രം മലയാള സിനിമയിൽ മാത്രം കണ്ടൊരു പ്രത്യേകതയാണ്. മറ്റുള്ള ഇൻഡസ്ട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇപ്പൊ ചാക്കോച്ചൻ പ്രൊഡക്ഷൻ പറയുന്നത്, അപ്പം എന്റെ പ്രൊഡക്ഷനിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സിനിമകൾ എന്നുള്ളതല്ല, അതിനപ്പുറം ഏതൊക്കെ രീതിയിൽ ഒരു എന്റർടൈനർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പൊ മലയാള സിനിമയിൽ ഏത് തരത്തിലുള്ള സിനിമകളും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം ലോക പോലെയുള്ള സിനിമ, അങ്ങനത്തെ ഒരു ടെറൈൻ, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. അത് ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറി. ആട്3 എന്ന് പറയുന്ന സിനിമ വേറൊരു ടൈം ട്രാവൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്തു. വാഴ പോലുള്ള സിനിമകൾ വളരെ എന്താ പറയുക, ബയോപിക് ഓഫ് $1 million എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ സിനിമയാണ്. അത് വർക്ക്ഔട്ട് ആകുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും, ലോ ബഡ്ജറ്റ് ആണെങ്കിലും ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും വലിയ സ്റ്റാർസ് ആണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും കോണ്ടന്റ് നല്ലതാണെങ്കിലും അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിൽ അത്
വിജയിക്കുന്നു എന്നുള്ളതാണ് മറ്റു ഭാഷകളിലുള്ള ആൾക്കാർ ഉൾപ്പെടെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു വസ്തുത. അപ്പോൾ അങ്ങനത്തെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നല്ലൊരു സിനിമയുമായിട്ട് വരാനുള്ള ശ്രമങ്ങൾ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് തന്നെയാണ് ഉദയ പിക്ചേഴ്സും അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസും അതുപോലെ സിനിമയെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും മലയാളത്തിൽ നിൽക്കുന്ന ആരാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കും. ലിസ്റ്റിന് ഈ ഒരു സിനിമയുടെ ഒരു വിജയം, നമ്മളെല്ലാവരും സിനിമ വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണല്ലോ. ഇതിനൊരു നല്ലൊരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഡയറക്ടറുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യും. സിനിമകൾ സംഭവിക്കുന്നതാണല്ലോ. നമ്മളിപ്പോ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ച പല ഡയറക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലപ്പം ഈ സിനിമ തന്നെ ഇപ്പൊ ജാഗ്രത പറഞ്ഞ പോലെ ഇതിന്റെ ഡയറക്ടർ രതീഷുമായിട്ട് ഫസ്റ്റ് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇരുന്നതാണ്. അന്ന് ആ ഒരു സാഹചര്യത്തിൽ നടന്നില്ല. പിന്നെ ആ ഡയറക്ടർ പല സിനിമകളിൽ പേരും ചെയ്തു, ചാക്കോച്ചൻ സിനിമ ചെയ്തു, ഇതെല്ലാം സംഭവിച്ചു. പിന്നീടാണ് എന്നിലേക്ക് ഈ സിനിമയായിട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് ഓരോ സിനിമയ്ക്കും ഓരോ നിയോഗമുണ്ട്. ആദ്യം ആരാണ് അതിൻ്റെ അത് അഭിനയിക്കുന്നത്, ആരാണ് അതിൻ്റെ അത് നിർമ്മാതാവാണ്ടത്. അപ്പൊ സിനിമകൾ അല്ലെങ്കിൽ സിനിമയ്ക്കകത്തുള്ളവരൊക്കെ ഒരു സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പം നാളെ സിനിമയിൽ എന്തും സംഭവിക്കുക, ഏത് ഡയറക്ടർ വർക്ക് ചെയ്യാം, ഏത് ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്നുള്ള ഒരു സഡനായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടംപോലെ നടക്കാം. ഈ വാഴയുടെ ഒക്കെ ഹിറ്റുകൾ, കുറെ ഹിറ്റ് സിനിമകൾ പ്രൊഡ്യൂസറും കൂടെയാണ്, തിയേറ്റർ ഉള്ള ആളുകളാണ്. ഇങ്ങനെ ഹിറ്റുകൾ കാണുമ്പോൾ ലിസ്റ്റിന് ഇത്രയും ആളുകളെ പറ്റിയപ്പോൾ കുറെ ഇതും ഹിറ്റിലേക്ക് വരാനുള്ള ഒരു സിനിമ തന്നെയായിട്ട് എനിക്ക് കഥ കേട്ടപ്പോൾ തൊട്ട് മനസ്സിലാണ്. ഈ ഹിറ്റുകൾ അടിക്കുമ്പോൾ ഒരു തിയേറ്റർ ഉടമ എന്ന നിലയിലേക്ക് നല്ല സന്തോഷം ഉണ്ടാകും. ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സിനിമ ഹിറ്റുകൾ ആവുമ്പോൾ? അല്ല, തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ അന്യഭാഷ ഇപ്പോൾ അതായത് തെലുങ്കിലൊക്കെ തമിഴിലൊക്കെ കൂടുതൽ ഒത്തിരി പുതിയ ആളുകളെ വെച്ചിട്ടുള്ള സിനിമകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ സിനിമാ പ്രേമം കുറച്ചും കൂടി ഒരു കൂടുതലായിട്ട് ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഒരുപാടെണ്ണം ഇറങ്ങുമ്പോഴും സക്സസ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അപ്പം വാഴ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തണ്ണീർമത്തൻ ദിനങ്ങൾ, അതിന് മുമ്പ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ സിനിമകളൊക്കെ ഇവനുണ്ടല്ലോ, പ്രേമലു ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ ഇടയിലിടയിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ വാഴ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് പാർട്ട് വലിയ ഹിറ്റായിരുന്നു. ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാണ് വാഴ. അതായത് ഞാൻ പലരോടും ഡിസ്കസ് ചെയ്യാറുണ്ട്. കാരണം അമ്മാതിരി ഒരു കളക്ഷനാണ് എല്ലാ തിയേറ്ററുകളിലും ത്രൂ ഔട്ട് ആയിട്ടുള്ള. അപ്പം ഇതൊക്കെ ഒരു കുറെ അധികം ആളുകൾക്ക്, ഇപ്പൊ ഞാനല്ല എന്നെ പോലെയുള്ള കുറെ ആളുകൾക്ക് മുമ്പേ പറഞ്ഞതുപോലെ കണ്ടന്റ് ഓറിയന്റ് ആയിട്ട് ഇപ്പൊ എല്ലാവർക്കും എല്ലാ സൂപ്പർ സ്റ്റാറുകൾ വെച്ചിട്ട് സിനിമ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ചാമകനായിക്കോട്ടെ, അല്ലെങ്കിൽ രാജായിക്കോട്ടെ, മമ്മൂക്ക, ലാലേട്ടനൊക്കെ ഒരു വർഷം ഒരു 4 സിനിമകളായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കുന്നില്ല. ഈ കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് ഇതിനൊരു ലിമിറ്റ് ഉണ്ട്. ഒരു ഇത്ര നാളിൽ കൂടുതൽ ഒരു കണ്ടന്റ് സേഫായിട്ട് ഇരിക്കണമെന്നില്ല. അപ്പൊ അവരുദ്ദേശിക്കുന്ന ആ കണ്ടന്റ് ആ പറഞ്ഞ സമയത്ത് നടക്കണം എന്നില്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താ പറയാ, അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ചിലപ്പോൾ കുറഞ്ഞു വരാം. അപ്പോൾ ഒരു പുതിയതായിട്ടുള്ള ഒരു കണ്ടന്റ് കണ്ടെത്തി ഫ്രഷേഴ്സുമായിട്ട് സിനിമ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ഒരു വലിയ കാര്യം. പിന്നെ ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് പടം ചെയ്യുമ്പോൾ ഫുൾ ഒരു നിർമ്മാതാവിന്റെ ഒരു ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ളി റിസ്ക് എടുത്തുകൊണ്ടിട്ട് തന്നെ വരണം. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ചെറിയ ചെറിയ സിനിമകൾക്ക് ആർട്ടിസ്റ്റിന്റെ ഒരു വലിയ ആർട്ടിസ്റ്റുകളെ വെക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു ടെക്നീഷ്യൻസിനെ ചിലപ്പോൾ വെക്കുന്നില്ല. അപ്പോൾ അതൊരു മേജർ പാർട്ടാണ്. സിനിമയുടെ ഒരു മേജർ പാർട്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതില്ലാതെ നമുക്ക് ഒരു ലിമിറ്റഡ് ആയിട്ട് ഒരു എക്സ്പെൻസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ സിനിമകളുടെ വിജയം ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ എന്നുള്ള ഒരു കാര്യം. അപ്പൊ നല്ല കണ്ടന്റുകൾ വരുമ്പോൾ പ്രേക്ഷകരും കൂടുതൽ ഈ പുതിയ ആർട്ടിസ്റ്റുകളുടെ സിനിമ കാണാനായിട്ട് വരും. അപ്പോൾ കൂടുതൽ സാധ്യതകളാണ്. നമ്മുടെ ഇൻഡസ്ട്രി തന്നെ എന്താ പറയുക വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സക്സസ് റേഷ്യോ നോക്കിയാൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാം നോക്കിയാൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉള്ളത് മലയാള ഇൻഡസ്ട്രിക്കാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പം ഈ OTT പ്ലാറ്റ്ഫോമുകളൊക്കെ മറ്റ് ഇതെടുക്കുന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രി ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഡസ്ട്രി വൈസ് നോക്കിക്കഴിഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റിന്റെയും കൂടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാം പറഞ്ഞൊരു കാര്യം, ഇതെന്താണ് മലയാളത്തിൽ മാത്രം ഇത്രയും ഹിറ്റുകൾ സംഭവിക്കുന്നതെന്നാണ് ജനറൽ ആയിട്ട് അവിടെ സംസാരിച്ചത്. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് കൂടുതൽ ഹിറ്റ് ഉണ്ടാവുന്നു. ഇപ്പൊ ഇൻഡസ്ട്രി ഒരു കുറെ നാളുകളായിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് കൊണ്ടിട്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്നതുകൊണ്ടിട്ട് എല്ലാവരും സബ്ജക്റ്റിലും കൂടെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഉള്ളതായിട്ടാണ് തോന്നുന്നത്.
ആൻഡ്രോ ജോസഫ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ ദിവസം, താങ്കൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഉള്ളത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ഉള്ള താങ്കൾക്കാണ്, സിനിമ സ്ക്രീനുകൾ 40 അടുത്ത് സ്ക്രീനുകളുണ്ട്. ആൻഡ്രോ ജോസഫ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകളുടെ അടുത്ത് തൻ്റെ സിനിമയ്ക്ക് 150-150 കോടി മുതൽ കൊടുക്കുള്ള സിനിമയാണ്. അതുകൊണ്ട് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ 60%, പിന്നീട് സെക്കൻഡ് വീക്കും 60% വീഴ്ച. സാധാരണ നടക്കുന്നതും 60ഉം 55 അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ ആൻഡ്രോ ജോസഫ് പറഞ്ഞു, താങ്കളുടെ തിയേറ്റർ, താങ്കൾക്ക് ഒരു അസോസിയേഷൻ ഉള്ള ആളല്ല, താങ്കൾ അതിന് അങ്ങനെ ആൻഡ്രോ പറഞ്ഞ കാര്യത്തിൽ യോജിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലും തിയേറ്റർ ഉടമ എന്ന നിലയിലും. ഇപ്പം വലിയ സിനിമകൾ എടുക്കുന്ന ആർക്കും എന്തും ചോദിക്കാം, തീർച്ചയായിട്ടും ചോദിക്കാം, കാരണം മുതൽ മുടക്ക് കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളത് നമ്മുടെ ഇപ്പൊ ഒരു സൗഹൃദത്തിൽ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഒരു അസോസിയേഷൻ ലെവലായിട്ട് വരുമ്പോഴത്തേനും അതിന് എല്ലാവരുടെയും പെർമിഷൻസ് വേണം. കാരണം ഈ വലിയ സിനിമകൾ സംഭവിക്കുന്നു എന്നുള്ളത് കറക്റ്റ്. പക്ഷെ ഈ ഹിറ്റ് ഇല്ലാത്ത സമയത്ത് ഈ തിയേറ്ററുകാർക്ക് വരുന്ന എക്സ്പെൻസ് ഉണ്ടല്ലോ, ലോസുകൾ വരുന്നുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെ വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ വലിയ സിനിമകളൊക്കെ വരുമ്പോഴാണ് അത് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ടൊരു അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ എല്ലാവർക്കും അതിനോടൊരു പോസിറ്റീവായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല. ഈവൻ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. കാരണം സിനിമ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കളിക്കുക എന്നുള്ളതല്ലാണ്ടിട്ട് പെർസെന്റേജിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണല്ലോ. അപ്പൊ അത് ചിലപ്പോൾ അത് സാധിക്കത്തില്ലായിരിക്കാം. പക്ഷെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ആൾക്കത് ചോദിക്കുന്നതിനനുസരിച്ച്. താങ്ക് യു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അതിനു മുമ്പ് ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മളുടെ ഒരു സോങ് കൂടെ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. അതിവിടെ കണ്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. റെഡി? ദൈനംദിന സംഭാഷണത്തിൽ വരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. കൂടുതലും ഗൗരവമേറിയ സാഹചര്യങ്ങളാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇതില് ഈ പടത്തിൽ ഈ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ അതില് ഗൗരവമേറിയ വിഷയത്തോടൊപ്പം തന്നെ നർമ്മവും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യവും, പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സിനിമകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായ സാധനമുണ്ട്, കുറച്ചുകൂടി ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഗൗരവമേറിയ സിനിമ എന്നതിനപ്പുറം അതിനോട് ഒരു നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ആക്ഷേപഹാസ്യത്തിൽ പറയുന്ന, നർമ്മത്തിൽ കലർന്ന് പറയുന്ന, കുറച്ചുകൂടി ഇമോഷണൽ കോഷ്യന്റ് ഉള്ള ആക്ഷൻ സീക്വൻസുകളുള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അതിനുവേണ്ടിയുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ കോണ്ടന്റുകളും നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസവും ഒരു വിശ്വാസവും തരുന്നൊരു കാര്യമാണ്, ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും 15-ാം തീയതി വിഷുക്കാലത്ത് തിയേറ്ററിൽ വരുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ അത് ആൾക്കാരെ, പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കും എന്നുള്ളൊരു വിശ്വാസവും അത് വിഷുക്കൈനീട്ടമായിട്ട് പ്രേക്ഷകരെ സ്വീകരിച്ച് വിജയിപ്പിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയുമുണ്ട്. താങ്ക് യു. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ജാഫറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈലിനെ പറ്റി ഞങ്ങൾ ചോദിച്ചു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ആൻഡ് അപ്പൊ റോളിനെ പറ്റി ഒന്ന് പറയൂ ജാഫറിക്ക. അതായത് റോളിനെ കുറിച്ച് ഇപ്പൊ ഇതല്ല, അങ്ങനെയല്ല ഇത്. ഇത് എൻ്റെ പേര് ഈ സിനിമയിൽ ജാഫർ ഖാൻ തന്നെയാണ്, ഇടുക്കിക്കാരൻ തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ. പിന്നെ എനിക്ക് ഡയറക്ടർ ആദ്യം ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കനകം കാമിനി കനകം അതിനകത്ത് അഭിനയിച്ച ഒരു പരിചയമുണ്ട്. അതുകൂടാതെ ആ ടൈം തൊട്ട് എനിക്ക് കുറച്ച് ആത്മബന്ധമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീഫൻ സാർ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പടം തരുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാവരും ആലോചിച്ച് തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ നായകൻ സാറും എല്ലാം കൂടി വിളിച്ചിട്ടാണ് ഞാൻ എല്ലാവരും കൂടെ ആലോചിച്ച് പറയ്ക്കാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. എനിക്കൊരു നല്ല വേഷമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇത്രയും കൂടുതലായിട്ടൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ചെയ്യുന്ന ഒരു 3-4 പടം ഇറങ്ങിയിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനത്തെ വലിയ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒന്ന് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ദുരൂഹ സാഹചര്യത്തിൽ. അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വേറെ രൂപത്തിലേക്കാക്കി മാറ്റി എന്നോട് പറഞ്ഞു ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ദുരൂഹ സാഹചര്യത്തിൽ
വിഷുവിന് ഇറങ്ങുകയാണ്. എല്ലാവരും ഈ പടം കാണണം, കണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നാണ് എൻ്റെ സൈഡിൽ ഞാൻ പറയുന്നത്. എല്ലാവരും, നിങ്ങളും മീഡിയക്കാരെല്ലാവരും, എല്ലാ നാട്ടുകാരും ഈ പടം വിജയിപ്പിക്കണമെന്ന് പറയുന്നു. അടുത്ത റൗണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ അതെ, ഇനി എന്നെ പറയണമെന്ന് എനിക്ക് പറയാനുള്ള പറഞ്ഞു യെസ്. ശരി, അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 15-ാം തീയതി ഞങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക്. ഞങ്ങൾ എല്ലാവരും താങ്ക് യു ഹാൻസ്. അത് തന്നെ രണ്ടാമത്തെ പ്രാവശ്യം തിരിക്കുന്നതല്ലേ? എന്റെ തെരുവ് ഇതെല്ലാവരും കേട്ടില്ലേ? കുഴപ്പമില്ല, കേട്ടില്ലേ? കുഴപ്പമില്ല. ഓക്കെ, സജിൻ പറയും. എല്ലാവർക്കും നമസ്കാരം. രതീഷേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമുണ്ട്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ പടത്തിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യണത് ചാക്കോച്ചനാണ്. അപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റോട് ഡയറക്ടറാണ് രതീഷേട്ടൻ. രതീഷേട്ടൻ്റെ പടമാണെങ്കിൽ നാത്തൻ കേസോട്, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, കനകൻ കാമിനി കട, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പം അന്നോട്ടെ രതീഷേട്ടൻ വർക്ക് ചെയ്യണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് സംഭവിച്ചു. അത് ലിസ്റ്റ് ചേട്ടനൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്തത്. ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ ഭയങ്കര എളുപ്പമായിരുന്നു. രതീഷേട്ടൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ പിന്നെ അത് അഭിനയിച്ച് കാണിച്ചത് അത് ഭയങ്കര സിമ്പിളായിരുന്നു, കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സോങ്ങുകളൊക്കെ കണ്ടു. ഇതിലെ സോങ് ഞാൻ ആൽക്കടി എന്നുള്ള സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ചാക്കോച്ചിനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു ചെറിയ റിസ്ക് പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് 15-ാം തീയതി പടം വരുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ഇതിൽ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരു പോയിന്റിൽ ഈ ക്യാരക്ടറിന്റെ കാല് ഇഞ്ചുറി ആവും. അപ്പൊ അതിനുശേഷം ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ക്യാരക്ടറിന്റെ ആർക്ക്. അപ്പോൾ റിയലായിട്ട് അത് ഷൂട്ട് ചെയ്ത് തൊട്ട് മുന്നേ എൻ്റെ കാല് ശരിക്കും ഇഞ്ചുറി ആയി. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് പിന്നെ ത്രൂ ഔട്ട് പിന്നെ അഭിനയിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുരൂഹ സാഹചര്യങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. അപ്പൊ വേറെ പടമാണെന്നെങ്കിൽ അപ്പൊ തന്നെ പാറ്റപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞ് തുടങ്ങും. പക്ഷെ അതൊക്കെ ഇവരെല്ലാം കൂടി അങ്ങനെ അത് ചെറിയ പരിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് 4 ദിവസം ഒരു 5 ദിവസത്തെ റെസ്റ്റ് വന്നതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാവരും വേണ്ടി ഡിഫറെന്റ് ലുക്കാണ്. രതീഷേട്ടന്റെ പടത്തിലൊക്കെ അങ്ങനെയാണ്. എന്നെ കാണാത്ത രീതിയിലാണ് ക്ലീൻ ഷേവ് ചെയ്തൊരു മാർക്കൊക്കെ ഉണ്ട്, ഒരു പാച്ചൊക്കെ ഉണ്ട്. അതുപോലെ ആഫ്രിക്കയുടെ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈല്, ചാക്കോച്ചിന്റെ ആണെങ്കിൽ എല്ലാവരും രതീഷേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും. പിന്നെ ഒരു ഇതിൽ 4 ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. രതീഷ് ബാലകൃഷ്ണൻ, ദിലീഷ് പോത്ത്, രാജേഷ് മാധവൻ, ചിദംബരം, ഇവരെ വർക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. എന്തായാലും 15-ാമത്തെ സിനിമ വരികയാണ്. എന്തായാലും അടിപൊളി സിനിമ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉദയ പിക്ചേഴ്സും മാജിക് ഫ്രെയിംസും കോംബോ. ഈ 2 ഇതും കൂടെ ഒരുമിച്ചാണ് അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് അറിയേണ്ടിയിരിക്കുന്നു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പറയൂ സാർ. ചാക്കോച്ചൻ തന്നെയാണ് ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം തീർച്ചയായിട്ടും ചാക്കോച്ചനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സിനിമാ ജീവിതത്തിലെ എൻ്റെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള ട്രാഫിക്കിലേക്ക് ഞാൻ വരുമ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് ചാക്കോച്ചനുമായിട്ട്. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടറും ചാക്കോച്ചനും തമ്മിലുള്ള സൗഹൃദത്തിൽ തന്നെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ അപ്പോൾ ചാക്കോച്ചൻ അത് എൻ്റെ അടുത്തേക്ക് ഈ സബ്ജക്റ്റ് പറയുകയും ഈ പടം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പം അത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു മാക്സിമം പെർഫോമൻസ് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, കഴിഞ്ഞ പടമാണെങ്കിലും ചാക്കോച്ചനും ദിലീഷും തമ്മിലുള്ളൊരു പടത്തിൽ ചാക്കോച്ചൻ്റെ ഒരു വേറിട്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചാക്കോച്ചനായിക്കോട്ടെ, സജിനായിക്കോട്ടെ, ജാഫ്രിക്കയൊക്കെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു വേറിട്ട ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ നന്നായിട്ട് മാക്സിമം ആ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിഷു ദിനത്തിലാണ് ഈ സിനിമ റിലീസാവുന്നത്. അതായത് സിനിമയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ മാർച്ച് 18-ാം തീയതി മുതൽ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സിനിമകളും ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കൂടെ ഇപ്പോൾ ലാസ്റ്റ് മോഹിനിയാട്ടായിക്കോട്ടെ, വാഴ 2 ആയിക്കോട്ടെ, എല്ലാം ഗംഭീര കളക്ഷനിൽ പോവാണ്. ഇനി ഇപ്പോൾ വിനോദ പടം ഇറങ്ങുന്നു, കൂടെ നമ്മൾ ഇറങ്ങുന്നു. അപ്പം വെക്കേഷൻ ടൈമാണ്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന
ഒരു സമയം കൂടെയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ വിഷു ദിനത്തിൽ തന്നെ ഈ സിനിമ കൊണ്ടിറക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. താങ്ക് യു. ചെന്നൈ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരുപാട് ചാക്കോച്ചൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ കാണുമ്പോഴൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഐ വോണ്ട് ടു വർക്ക് വിത്ത് എന്ന്, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കണം എന്നൊക്കെ. അത് ഇപ്പൊ അത് ശരി, ആ ഒരു ഡ്രീം കം ട്രൂ വന്നപ്പോൾ ഉള്ള ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ചാക്കോച്ചനെ നമ്മളെപ്പോഴും ആസ് ആൻ ഓഡിയൻസ് നമ്മളെപ്പോഴും കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വി യൂസ് ടു പേഴ്സണലി റൊമാൻറ്റിസൈസ്, വിഷ്വലി റൊമാൻറ്റിസൈസ് ചെയ്ത് നമ്മുടെ സ്വന്തം ആളെന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നാണ് ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം. അപ്പോൾ ഫസ്റ്റ് ടൈം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര അയ്യോ ദിസ് ഇസ് ടു ഫാസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. എനിക്ക് തോന്നിയില്ല, ലൈക്ക് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എനിക്ക് തോന്നിയില്ല. സോ ഐ ഹാഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ലെവൽ അപ്പ് എന്നുള്ള സാധനം, സോ ദാറ്റ് ഐ ക്യാൻ നോട്ട് മേക്ക് മിസ്റ്റേക്ക് എന്നുള്ള ഒരു സാധനം. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ബട്ട് താങ്ക്ഫുള്ളി ചാക്കോച്ചൻ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര സിമ്പിൾ ആൻഡ് കാമായിരുന്നു. ആൻഡ് ഞാനായിരുന്നു കൂടുതൽ നെർവസ്. ഇവൻ ദോ ആ മൂവിയിലെ എൻ്റെ ക്യാരക്ടർ, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ മിനി എന്ന് പറഞ്ഞാണ് എൻ്റെ പേര്. അപ്പോൾ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മിനി കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. പക്ഷേ അതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രിപ്പറേഷൻ, ലൈക്ക് ഐ വാസ് വർക്കിംഗ് സോ ഹാർഡ് സോ ദാറ്റ് ഐ കുഡ് മേക്ക് ഇറ്റ് ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കുറച്ചു മുമ്പ് ചാക്കോച്ചൻ ഇട്ടൊരു പേരുണ്ട് മിനിക്ക്, അല്ലേ? തീപ്പൊരി മിനി. തീപ്പൊരി മിനി. ഇനി അങ്ങനെ അറിയപ്പെടട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.